Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണെന്ന് ഫിനിഷ് ചെയ്ത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ SI ചോദ്യങ്ങളാവട്ടെ, പാർട്ട് A, പാർട്ട് B ചോദ്യങ്ങളൊക്കെ നമ്മൾ മെജോറിറ്റി പറഞ്ഞ അതേ പാറ്റേൺ, സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്ത്, അതുപോലെ തന്നെ സിക്സ്ത് ഇതിന്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പാർട്ട് എയിൽ വരുന്ന 15 ചോദ്യങ്ങള്. നമ്പർ 1, വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? ഞാൻ റിപ്പീറ്റ് ചോദ്യങ്ങളിൽ ആദ്യം എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യം ഇത് തന്നെയാണ് വന്നിട്ടുണ്ട്. ഡബിൾ ഇൻഷുറൻസ്, നമ്മൾ റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, ഇൻഷുറൻസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചതാണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ റൈറ്റ് ഓഫ് റിനൗൺസിയേഷൻ? റിപ്പീറ്റ് ചോദ്യമല്ല. ദെൻ വാട്ട് ഈസ് ഗുഡ് വിൽ ഇൻ അക്കൗണ്ടിങ്? നമ്മൾ എന്താണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നെഗറ്റീവ് ഗുഡ് വില്ലാണ് കൂടുതൽ പ്രതീക്ഷിച്ചത്. ഇതിൽ ഗുഡ് വിൽ ബേസിക്സ് ആണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം അങ്ങനെ റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചെങ്കിൽ ഹോൾ ലൈഫ് പോളിസി എന്താണ്? വാട്ട് ഈസ് എ ഹോൾ ലൈഫ് പോളിസി? ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് സ്ലിപ്പ് സിസ്റ്റം എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ബാങ്കിങ് കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുവർ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തതാണ്. EPS ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. സിങ്കിങ് ഫണ്ട്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ സിങ്കിങ് ഫണ്ട് ആണ് നമ്മൾ തിയറിയിൽ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ട്. ഡൗട്ട്ഫുൾ അസെറ്റ്സ് ബാങ്കിങ് കമ്പനിയിൽ പറഞ്ഞ ചോദ്യമാണ്. ബോണസ് ഷെയർസ് എന്താണ്? ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ചോദ്യമാണ്. ദെൻ ഇൻഷുറൻസ് പോളിസി എന്താണ്? എന്തായാലും നോക്കാൻ പറഞ്ഞ ചോദ്യം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്തായാലും നോക്കാൻ പറഞ്ഞ ചോദ്യം. ദെൻ ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ്, നമ്മുടെ ലാസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് IND-AS 10 ആണ്. ദെൻ പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്താണ്? അപ്പോൾ ഈ 15 ചോദ്യങ്ങളിലെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ, മെജോറിറ്റി. അപ്പോൾ പാർട്ട് A വളരെ ഈസി തന്നെയായിരുന്നു. ഇനി പാർട്ട് Bയിലോട്ട് പോവുകയാണെങ്കിലും എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് മെത്തേഡ്സ് അവൈലബിൾ ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെയും റിഡംഷൻ ഓഫ് പ്രിഫറൻസിന്റെയും മെത്തേഡ്സ് തിയറിയിലെ കമ്പൽസറി പഠിക്കാൻ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാൻ പറഞ്ഞാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, അതിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. തിയറിയിലെ പാർട്ട് Bയിലെ ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് വന്നു. ദെൻ ബോണസിന്റെ തിയറി, ഡിഫറെന്റ് സോഴ്സസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബുക്ക് ബിൽഡിംഗ് തിയറിയിൽ റിപ്പീറ്റ് അല്ല, ബട്ട് നമുക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ട് അടിയില്. നെക്സ്റ്റ് പ്രോബ്ലം തന്നെ നമുക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ ഞാൻ 5 മാർക്കിന്റെ കമ്പൽസറി പ്രോബ്ലം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, വരുമെന്ന് പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, വളരെ ഈസി പ്രോബ്ലം. ദെൻ അതിനുശേഷം ലാസ്റ്റ് നമുക്ക് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ മറ്റൊരു പ്രോബ്ലം. അപ്പോൾ പാർട്ട് B ആണെങ്കിലും എന്താണ് കംഫർട്ടബിൾ ആണ്. കൂടുതൽ തിയറി വന്നു. 3 പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞ അതേ മോഡല്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൽ. ഓക്കെ, തിയറിയിലാണെങ്കിലും ഈ പറഞ്ഞ ബുക്ക് ബിൽഡിംഗ് ഒഴിച്ച് ബാക്കി ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത തിയറി ചോദ്യങ്ങൾ തന്നെയാണ്. SIയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ബാങ്കിങ് കമ്പനിയുടെ തിയറിയാണ്, പ്രോബ്ലമാണ് ആദ്യത്തെ വരുന്നത്. ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനിയാണ് നമ്മൾ SI പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് തന്നെ വന്നു ആദ്യത്തെ. ദെൻ അതിനുശേഷം റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അതും വന്നു. ദെൻ അതിനുശേഷം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്ത് നമുക്ക് തിയറിയാണ് വന്നത്. ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, നമ്മൾ പ്രോബ്ലം ആയിട്ട് പറഞ്ഞത് തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് റിഡംഷൻ പ്രിഫറൻസ് ഷെയർസിന്റെ പ്രോബ്ലം SI ഇട്ടും വിട്ടു. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടില്ല. 2 മാർക്ക്, 5 മാർക്കിൻ്റെ എന്താണ് പ്രോബ്ലം ഉണ്ട്, 10 മാർക്കിൻ്റെയിലും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 3 പാർട്ടിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത്. അപ്പോൾ എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു SI ചോദ്യം തന്നെയായിരുന്നു ഈ പറയുന്ന പാർട്ട് Cയില്. 3 പ്രോബ്ലംസ് വളരെ ഈസിയാണ്. പിന്നെ ഒരു തിയറി കൺസോൾട്ടേറ്റഡിൻ്റെയാണ് വന്നത്. അപ്പോൾ ഈസി പേപ്പർ എന്ന് തന്നെ പറയാം.
കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, നമ്മൾ പറഞ്ഞ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാതും വന്നിട്ടുള്ളത്. കുട്ടികൾ ഹാപ്പിയാണ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.